So, first we are going to discuss the generalized moment. Generalized moment. So, നമുക്കറിയാം ഒരു ബോഡിയുടെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്നാണ്? ലീനിയർ മൊമെന്റം is equal to small p and small p is equal to m into u. And this time the velocity, this time velocity is equal to dx by dt. So we can write it as x dot. So p is equal to m into x dot. So consider the kinetic energy of a system. We already discussed these terms. Kinetic energy is equal to half mv square. That's equal to half m x dot square. So we can write it as kinetic energy. So that is T. So now I am going to take the derivative of this term. Dou T by dou x dot. So that is equal to half into m into 2 into x dot. So we can cancel this 2 and that is equal to m x dot. That means dou T by dou x dot equal to momentum px. ഇതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി വി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്, അല്ലെ അതിനെ നമുക്ക് എം ജി എക്സ് എന്ന് എഴുതാം. അപ്പൊ അതിനെയും ഈ എക്സ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ലഗ്രാഞ്ചിന് ടി മൈനസ് വി ഉണ്ട്, ഡോ വി ബൈ ഡോ എക്സ് ഡോട്ട്. ഇവിടെ എക്സ് ഡോട്ടിന്റെ ടേം വല്ലതും ഉണ്ടോ ചോദിച്ചാൽ പറയണം കേട്ടോ, ഇന്ററാക്ട് ചെയ്ത ക്ലാസ് എടുക്കുള്ളൂ. ഇവിടെ എക്സ് ഡോട്ടിന്റെ ടൈം ഉണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. അപ്പം ഡോ ടി ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ എക്സ്, ദാറ്റ് മീൻസ് ഡോ ബൈ ഡോ എക്സ് ഡോട്ട് ഓഫ് എൽ ആയിരുന്നെങ്കിൽ അതിന്റെ ഉത്തരം പി എക്സ് മാത്രമായില്ലേ. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ഈക്വൽ ടു പി എക്സ് or dou L by dou Q dot K equal to peak. So this is the first equation for the momentum or generalized momentum in terms of Q dot K. And ഇതിനെ തന്നെ നമുക്ക് വൈസ് വേഴ്സ എഴുതാം, അല്ല ഞാൻ എഴുതി കാണിക്കാം. ഈ ഇക്വേഷനെ നമ്മളുടെ ലഗ്രാഞ്ചിൻ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ബൈ ഡി ടി ഓഫ് dou L by dou Q dot K minus dou L by dou QK equal to 0. So dou L by dou Q dot K ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടി. So d by dt of PI is equal to, അല്ലെ PK എന്ന് എഴുതാം, d by dt of PK or PI minus dou L by dou QK or QI, ഏതെങ്കിലും നിങ്ങൾ എഴുതിക്കോ കേട്ടോ, കെ എഴുതാം, നമുക്ക് എന്നാലും കെ തന്നെ പറയാം, ഈക്വൽ ടു 0. ഇനി ഡി ബൈ ഡി ടി ഓഫ് പി കെ എന്ന് പറയുന്നത് പി ഡോട്ട് കെ അല്ലേ. സോ പി ഡോട്ട് കെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ദിസ് ഈസ് എ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നോക്കി, ലഗ്രാഞ്ചിയൻ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ആണ് പി കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ആണെങ്കിൽ പി ഡോട്ട് കെ. മനസ്സിലായ കോൺസെപ്റ്റ്? It's very simple. മനസ്സിലായോ? Anyone? കേൾക്കാവോ നിങ്ങൾക്ക്? ഹലോ, അത് സ്റ്റെപ്പ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. ഞാൻ ഒന്നോടെ ഒന്ന് മായ്ച്ച് മൊത്തത്തിൽ എഴുതി കാണിക്കണോ? എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ലഗ്രാഞ്ചിന്റെ ടേമിലാണ് വേണ്ടത്. സോ ഈ പാർട്ട് നമുക്ക് നോക്കാം. ഇവിടെ അപ്പൊ നമുക്ക് എൽ ഈക്വൽ ടു ടി മൈനസ് വി എന്നറിയാം.
അപ്പം ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്ത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ, ഹാഫ് എം വി സ്ക്വയറിനെ ഹാഫ് എം എക്സ് ഡോട്ട് വി ആണെന്നറിയാലോ. ഹാഫ് എം വി സ്ക്വയർ മൈനസ് എം ജി എക്സ്. ഇനി ഇതിനെ എല്ലായിട്ട് നമ്മൾ എടുത്തേച്ച് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ചെയ്ത്, അപ്പൊ എത്ര കിട്ടി? ഒരുമിച്ച് ഞാൻ രണ്ടായിട്ട് മുമ്പേ ചെയ്ത് കാണിച്ചു, ഒരുമിച്ച് ചെയ്തേ ഉള്ളൂ, ഇത് കുറച്ചുകൂടി എളുപ്പം. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2x ഡോട്ട് പ്ലസ് 0 ആയി പോയില്ലേ? ഇവിടെ എക്സ് ഡോട്ട് ഇല്ല. സോ രണ്ടിതും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എം എക്സ് ഡോട്ട് എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എം വി ആണ്. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് പി എന്ന് കിട്ടി. അതിനെ ഒന്ന് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഈക്വൽ ടു പി കെ. ക്ലിയർ ആയോ? അതേഷ്, വേറെ ക്ലിയർ ആയോ? ഇറ്റ്സ് വെരി ഫൈൻ, വെരി സിമ്പിൾ. നമ്മൾ ആ കുറെ ദിവസം എല്ലും ടിയും വിയും ക്യൂ ഡോട്ടൊക്കെ മറന്നിരിക്കുന്നതുകൊണ്ടാവും. ഒന്നൊന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അതിനെ ഞാൻ ഇവിടെ ലഗ്രാഞ്ചിന് ഇക്വേഷൻ കൊടുത്ത് രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ. അതിന് എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡി ബൈ നമ്മൾ ലഗ്രാഞ്ചിന് ഇക്വേഷൻ എഴുതി ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ എത്രയാണ് ഇവിടെ? പി കെ. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ഇതിനകത്ത് പി കെ എന്ന് കൊടുത്തു, പി കെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. ഡി ബൈ ഡി ടി ഓഫ് പി കെ എന്നാണ്? ഡെറിവേറ്റീവ് ഓഫ് പി കെ എങ്ങനെ എഴുതാം? പി ഡോട്ട് കെ ഈക്വൽ ടു, ഇത് അപ്പുറത്തോട്ട് പോകും, ഡോ എൽ ബൈ ഡോ ക്യൂ കെ. കണ്ടോ? അപ്പൊ ഇത് രണ്ടുമാണ് ലഗ്രാഞ്ചിയന്റെ കാനോനിക്കൽ ഇക്വേഷൻസ് ഓഫ് മൊമെന്റം. ഒന്ന് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഈക്വൽ ടു പി കെ, പിന്നെ തിരിഞ്ഞു വരും ഡോ എൽ ബൈ ഡോ പി കെ ഈക്വൽ ടു ക്യൂ ഡോട്ട് കെ. കണ്ടോ രണ്ടും? സോ ദീസ് ആർ ദ ജനറലൈസ്ഡ് മൊമെന്റം in terms of generalized momentum in terms of Lagrangian equation. Generalized momentum in terms of Lagrangian equation. ഇവിടെ നോക്കിയ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ എന്ന് പറഞ്ഞ പി കെ എന്നും ഡോ എൽ ബൈ ഡോ പി കെ എന്ന് പറയുന്ന ക്യൂ ഡോട്ട് കെ എന്നും എഴുതാലോ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്, ഓർത്തോണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് മൊമെന്റം എന്നും വിളിക്കും. ബോത്ത് ഇക്വേഷൻസ് ആർ കോൺജുഗേറ്റ് ടു ഈച്ച് അതർ or conjugate momentum of Lagrange. So cyclic coordinate means that ഇപ്പൊ നമുക്ക് ലഗ്രാഞ്ചിനാണ്, ലഗ്രാഞ്ചിന് ഏതിന്റെയൊക്കെ കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും? L equal to L of Q dot T. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ ലഗ്രാഞ്ചിയൻ ചെയ്യാൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ വരുമ്പോൾ ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ ഹാമിൽട്ടോണിയൻ ചെയ്യും. H is equal to H of Q P T. ഇത്ര ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലഗ്രാഞ്ചിയൻ ഇക്വേഷനകത്ത് അല്ലെ ലഗ്രാഞ്ചിയൻ ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കോർഡിനേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് കോർഡിനേറ്റ്. So the definition is that the coordinate which absent in Lagrangian, Hamiltonian പറയുവാണ്, നമുക്ക് അങ്ങനെയും പറയാം. The coordinate which absent in Hamiltonian equation, that is called cyclic coordinate. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോൾ എഴുതി L എന്ന് പറയുന്നത് L ഓഫ് തീറ്റ ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് ഏതായിരിക്കും? ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് ഏതായിരിക്കും? തീറ്റ ഡോട്ട് അല്ലേ?
L ഏതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? തീറ്റ, തീറ്റ ഡോട്ട് ടി. ഇവിടെ ആരില്ല? തീറ്റ ഡോട്ട് ഇല്ല. സോ തീറ്റ ഡോട്ട് ആബ്സെന്റ് ഇൻ Lagrangian equation. So that coordinate is called the cyclic coordinate. ഇതാണ് അതിന്റെ പ്രത്യേകത. If any coordinate absent in Lagrange, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തീറ്റ ഡോട്ട് ആബ്സെന്റ് ആണെങ്കിൽ, if തീറ്റ ഡോട്ട് ആബ്സെന്റ്, then dou L by dou theta dot 0 ആയിരിക്കും. Dou L by dou theta dot 0 ആയിരിക്കും. മുമ്പേ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതി അല്ലേ? Dou L by dou QK equal to PK and dou L by dou QK equal to P dot K, dou L by dou QK equal to PK. ഈ രണ്ട് ഇക്വേഷൻ എഴുതിയില്ലേ? നോക്കിയേ. P dot K equal to PK. ഞാൻ രണ്ടെണ്ണം എഴുതിയില്ലായിരുന്നു കോൺജുഗേറ്റ് മൊമെന്റത്തിന്റെ തൊട്ട് മുമ്പ് പഠിപ്പിച്ചത്. അപ്പൊ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് 0 ആണെങ്കിൽ ഇതാണ് ശ്രദ്ധിച്ചോണം, ഇതിന്റെ കോൺജുഗേറ്റ് മൊമെന്റ് ഇല്ലേ? ഇതിന്റെ കോൺജുഗേറ്റ് മൊമെന്റ് ഏതാണ്? ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഈക്വൽ ടു പി തീറ്റ എന്ന് എഴുതത്തില്ലേ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്? ഇവിടെ കെ ആന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ്, ഏത് കോർഡിനേറ്റ് ആണോ ആബ്സെന്റ് അതിനെ സൈക്ലിക് എന്ന് പറയും. അതിന്റെ കോൺജുഗേറ്റ് മൊമെന്റം എടുത്താൽ that p theta equal to a constant. That is called a cyclic coordinate. ഇച്ചിരി പാടുണ്ട്, ഒന്നുകൂടി പറയാം. ക്യൂവി പറയാം, അതായിരിക്കും എളുപ്പം. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു പി ഡോട്ട് കെ ആൻഡ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഈക്വൽ ടു പി കെ. ഇത് രണ്ടും അറിയാലോ. ആദ്യം ഇത് അറിയണം. ഇനി പറയാണ് L is equal to L of Q Q dot T. ഏതെങ്കിലും ഓർമ്മ ഇല്ലെന്ന് പറയുക. ലെറ്റ് കൺസിഡർ Q is cyclic. അങ്ങനെ എങ്ങനെയായിരിക്കും? ഡോ എൽ ബൈ ഡോ ക്യു ഐ 0 ആയിരിക്കും ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ ഡോ എൽ ബൈ ഡോ ക്യു ഐ എന്ന് പറയണത് പി ഐ ഡോട്ടാണ്. അപ്പം പി ഐ ഡോട്ട് 0 ആവും അല്ലേ? ഇത് 0 ആണ്, ഇതിന്റെ LHS 0 ആകും, ഇത് 0 ആകും. എന്ന് പറഞ്ഞാൽ പി ഐ ഡോട്ട് 0 ആകും. അപ്പൊ ഇതിന്റെയോ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ദാറ്റ് പി ഐ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് സൈക്ലിക് കോർഡിനേറ്റ്. ലഗ്രാഞ്ചിനാണെങ്കിലും ഹാമിൽട്ടോണിയനാണെങ്കിലും the coordinate which absent in the Lagrangian equation and derivative of that coordinate with respect to the Lagrangian, derivative of that coordinate with respect to the Lagrangian is equal to 0 and its conjugate momentum is a constant, and that coordinate is called the cyclic coordinate. That coordinate, that cyclic coordinate is independent to our Lagrangian, or that is called ignorable coordinate. ഒഴിവാക്കാം, ignorable coordinates. So actually this is a definition, അതായത് which do not appear explicitly in Lagrangian. ലഗ്രാഞ്ചിനിൽ നമ്മൾ എഴുതുമ്പോൾ എല്ലിനകത്ത് കാണാത്ത ഇക്വേഷൻ ഏതാണോ അത് സൈക്ലിക്. ലഗ്രാഞ്ചിയന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 0. അത് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് മൊമെന്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും.
ക്ലിയർ ആണോ ഇവിടം വരെ? Yes, sir. Okay. So our next heading is the Hamiltonian. So heading എഴുതിക്കോ, Hamiltonian expression from Lagrangian equation of motion. Hamiltonian expression from Lagrangian equation. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയണം. നമ്മൾ ആദ്യം ന്യൂട്ടൺസ് ലോയെന്ന് വന്നു. ന്യൂട്ടൺസ് ലോ ഒരു ജോമെട്രിക്കൽ അപ്രോച്ച് ആയിരുന്നു, ഉത്തരം വെക്ടർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ലഗ്രാഞ്ചിലോട്ട് വന്നു. പക്ഷെ സെക്കൻഡ് ഓർഡർ ആയിപ്പോയി. സെക്കൻഡ് ഓർഡർ ആയി പോയത് കൊണ്ട് നമ്മൾ എച്ചിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ മാറ്റി എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ക്യൂ പി ടി എന്ന് പറഞ്ഞാൽ ക്യൂ ഡോട്ട് അങ്ങ് മാറ്റി. നമ്മുടെ എൽ എങ്ങനെയായിരുന്നു? എൽ ഓഫ് ക്യൂ ഡോട്ട് ടിക്ക് പകരം മൊമെന്റത്തിനെ തന്നെ ഒരു കോർഡിനേറ്റ് ആയി. ഇപ്പൊ എക്സും വൈയും വരയ്ക്കുന്നതിന് പകരം എക്സില് ക്യൂവും വൈയില് പിയും ആക്കി. അപ്പം ഒരു പോയിന്റിനെ അവിടെ ഡിഫൈൻ ചെയ്താൽ അതിന്റെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കും. ആൻഡ് ഇങ്ങനെയുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് സ്പേസ്. അപ്പൊ അവിടെ Q1ന്റെ n കോർഡിനേറ്റ് ഉണ്ട് അല്ലെ, Q1 Q2 എക്സെട്ര Qn. P1ന്റെ ആണെങ്കിൽ P1 P2 എക്സെട്ര Pn. സോ ഈ എന്നും എന്നും മൊത്തം 2n ഡയമെൻഷണൽ സ്പേസ് ആയിരിക്കും. സോ ദ ടോട്ടൽ ഹാമിൽട്ടോണിയൻ H is equal to H of Q P T is defined in a space of Q and P, or generalized coordinate and generalized moment. And that space is called phase space. And there are Q1, Q2, etc. Qn, P1, P2, etc. Pn coordinates are depends. So there is totally 2n dimensional space that is called a phase space. ഇനി നമുക്കറിയാം ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുവാണ്, നന്നായി ശ്രദ്ധിച്ചിരിക്കണം. L equal to L of Q dot T. ശരിയല്ലേ? അല്ലെ നമുക്ക് ഡയറക്ട്ലി ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ തുടങ്ങാം. അത് നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷനെ തുടങ്ങി നോക്കാം. കൺസിഡർ ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ആദ്യമായി കേൾക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, എഴുതി പഠിച്ചാൽ വളരെ സിമ്പിളാണ്. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. ഡോ എൽ ബൈ ഡോ ക്യൂ കെനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെവിടെ നിർത്താം. സോ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ. ഇനി consider the Lagrangian equation L equal to L of Q dot T. So dl by dt equal to dou L by dou qk into q dot k, dq by dt ആവും നമ്മൾ ചെയ്തിട്ടുള്ള, പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ രണ്ടാമത്തത്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി. ഇതിനെ നമുക്ക് പാർട്ട് 1 ഇവിടെ ഒന്നും എഴുതിയിടാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ, പിന്നെ ഇവിടെ തുടങ്ങി. ഇനി നമുക്ക് ഇത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ടൈം 0 ആയിക്കോളും. സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ക്യൂ ഡോട്ട് കെ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഇൻറ്റു
Q double dot. ഇനി ഇവിടെ നോക്കിയേ, ഈ ഡോ എൽ ബൈ ഡോ ക്യു കെ അല്ലേ ഈ ടൈം, ഇതിനകത്ത് ഈ ടൈം ഇത് ഇക്വേഷൻ നമ്പർ 1 കിടപ്പുണ്ട്. ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇതിന് പകരം ഇത് കൊടുക്കാം. ബൈ ഇക്വേഷൻ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഈ ടൈമിങ് വന്നു ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഇൻറ്റു ക്യൂ ഡോട്ട് കെ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഇൻറ്റു ക്യൂ ഡബിൾ ഡോട്ട് കെ. ഇനി ഇവിടെ നോക്കിയേ, ക്യൂ ഡോട്ട് ഇവിടെ, ഇവിടെ ക്യൂ ഡബിൾ ഡോട്ട്. അങ്ങനെ കോർഡിനേറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകുള്ളൂ അല്ലേ? ഇവിടെ എക്സ് ഡോട്ട് ആണ്, ഇവിടെ എക്സ് ഡോട്ട് അല്ല, എക്സ് ഡബിൾ ഡോട്ട് ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ആ ടൈം കാണില്ല, 0 ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കെ ഇൻറ്റു ക്യൂ ഡോട്ട് കെ. ഇനി ദാറ്റ്സ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ക്യൂ ഡോട്ട് കെ എന്നാ മുമ്പേ പഠിച്ചത്? പി കെ എന്ന് പഠിച്ചായിരുന്നു അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു പി കെ ഇൻറ്റു ക്യൂ ഡോട്ട് കെ. സോ ഇതിന് നമുക്ക് എഴുതാം, ഇത് ഡി എൽ ബൈ ഡി ടി, ഇതും ഡി ബൈ ഡി ടി. അപ്പൊ രണ്ടിനും ഒരു വശത്തോട്ട് ആക്കിയ ഡി ബൈ ഡി ടി ഓഫ് എൽ മൈനസ് പി കെ ക്യൂ ഡോട്ട് കെ ഈക്വൽ ടു 0. And this term is called the Hamiltonian. എന്ന് പറഞ്ഞാല് ഡെറിവേറ്റീവ് ഓഫ് ഹാമിൽട്ടോണിയൻ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വാല്യൂ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ, വേണേ ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിക്കാം, ഇപ്പോൾ 0 ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് കൊണ്ടോട് ഗുണിച്ചാലും കുഴപ്പമൊന്നുമില്ല. സമ്മേഷൻ ഓവർ പി കെ ക്യൂ ഡോട്ട് കെ മൈനസ്. ഇതാണ് ഹാമിൽട്ടോണിയന്റെ ഇക്വേഷൻ. Is the equation for Hamiltonian, and it is H is dependent on H of Q P T, and H is the T plus V or total energy. Total energy always be a constant. Lagrangian ആയിരുന്നപ്പം where L equal to L, sorry, T minus V ആയിരുന്നു. H ആയപ്പം H equal to T plus V. നോക്കുക, ആദ്യം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ മോഷൻ എഴുതി, അതിന്റെ ഒരു ടേമിനെ അവിടെ നിർത്തി. എൽ ഈക്വൽ ടു എൽ ഓഫ് ക്യൂ ക്യൂ ഡോട്ട് ടി എന്ന് എഴുതി, ഡി എൽ ബൈ ഡി ടി ചെയ്തു. അവിടെ വന്ന ടേമിനെ, ഈ ഒരു ടേമിനെ ഈ ടേം കൊണ്ട് റീപ്ലേസ് ചെയ്തു. പിന്നെ ഒന്നും ചെയ്തില്ല, അതിനെ കോൺജുഗേറ്റ് മൊമെന്റത്തിന്റെ പി കെ എന്ന് കൊടുത്തു, ഒരു വശത്തോട്ട് മാറ്റി. അപ്പം ഡി ബൈ ഡി ടി എഫ് എൽ മൈനസ് പി കെ ക്യൂ ഡോട്ട് കെ ഈക്വൽ ടു 0. ഇതിനൊരു നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചു നോക്കി. ഇപ്പൊ ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് പി കെ Q dot K minus L equal to 0. So this is equal to a constant, and that is equal to H, that's equal to T plus V, that's equal to summation over Pk Q dot K minus L. This is the Hamiltonian of a system. Clear?